ഹലോ എവരി വൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ ഇന്നത്തെ കാട്ടിലെ കഥകളുമായിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഈറ്റത്തവളകളെക്കുറിച്ചാണ്. അപ്പം നിങ്ങൾക്കറിയാം, എൻ്റെ പുറകിൽ കാണുന്ന ഇതാണ് ഈറ്റ. നമ്മൾ നമ്മുടെ മുളകളുമായിട്ട് ബാമ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് ഇതിൻ്റെ അകത്ത് ഹോളോ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ചെറിയതായിട്ട് നാച്ചുറലായിട്ട് കുറേയേറെ സ്ലിറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൂടെ പോയിട്ട് അകത്ത് ജീവിക്കുന്ന കുറേയേറെ നമ്മുടെ നാട്ടിലുള്ള ഈറ്റത്തവളകളെക്കുറിച്ചുള്ള കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈറ്റത്തവളകളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ തന്നെ പശ്ചിമഘട്ടത്തിൽ നമുക്ക് 250-ലധികം വിവിധ തരത്തിലുള്ള തവളകളുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ 60-ലധികം ഇലത്തവളകളുണ്ട്. റാവോർചെസ്റ്റസ് ജീനസിലുള്ള ഈ ഈറ്റത്തവളകളും റാവോർചെസ്റ്റസ് ജീനസിലുള്ളതാണ്. അപ്പോൾ ഒരു 5 സ്പീഷീസ് തരം തവളകളുണ്ട്. അപ്പോൾ ആ തവളകളെക്കുറിച്ചുള്ള കഥകളാണ് ഇന്ന് ഞാൻ പറയാൻ വരുന്നത്. അപ്പോൾ ആ കഥയ്ക്ക് തുടക്കത്തിൽ തന്നെ ഈ തവളകൾ കാരണമായിരിക്കാം ഒരുപക്ഷെ ഞാൻ എങ്ങനെ തവള നിരീക്ഷണത്തിലോട്ട് കടക്കാൻ തന്നെ കാരണം. 2006 കോഴിക്കോടുള്ള മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഒരു ആംഫിബിയൻ സർവേ എന്ന് പറഞ്ഞ തവളകളെക്കുറിച്ചുള്ളൊരു സർവേ കക്കയം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്നത്തെ അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ ജാഫർ പാലോട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഡേവിഡ്, നിങ്ങൾ വരുന്നുണ്ടോ, കക്കയത്തിൽ നമ്മളിങ്ങനെ ഒരു സർവേ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ സാർ, ഞങ്ങൾ എന്തായാലും എത്തിയേക്കാം, അടുത്ത ആഴ്ച തന്നെയാണ് സർവേ, അപ്പോൾ ആ ആഴ്ച ഞങ്ങൾ ഉറപ്പായിട്ട് എത്തിയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് കോട്ടയത്തുള്ള പ്രദീപ് എന്ന് പറയും, പ്രദീപ് ഐമനം. അപ്പോൾ ഞാൻ പ്രദീപേട്ടനോട് പറഞ്ഞു, പ്രദീപേട്ടൻ നമുക്ക് കക്കയത്ത് ആംഫിബിയൻ സർവേക്ക് പോയാലോ. അപ്പോൾ പ്രദീപേട്ടൻ എന്ത് കാര്യം പറഞ്ഞാലും, കാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞാൽ റെഡിയായിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ബൈക്കുണ്ട്, ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്ക്. അപ്പം ഞങ്ങൾ അന്നേ ദിവസം രാവിലെ തന്നെ കോട്ടയത്ത് നിന്ന് കോഴിക്കോടോട്ട് ബൈക്കിലാണ് വരുന്നത്. അപ്പോൾ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, പ്രദീപേട്ടൻ ബൈക്ക് സ്പീഡിൽ പോകത്തില്ല. 30 കിലോമീറ്റർ മേളിൽ പോയി കഴിഞ്ഞാൽ ബൈക്ക് അപകടം പെടുമെന്ന് പറഞ്ഞിട്ട് 30 കിലോമീറ്റർ സ്പീഡിലാണ് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വണ്ടി ബൈക്കുമായിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ കോഴിക്കോട് ഏകദേശം ഒരു 3 മണി 4 മണിയായപ്പോൾ എത്തി. വൈകുന്നേരം എത്തിയപ്പോൾ സമയത്ത് തന്നെ കുറേയേറെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് 15-20 ആൾക്കാർ, പ്രകൃതി നിരീക്ഷകരും സത്യമേപ്പയ്യൂരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, സത്യമാഷൊക്കെ. അപ്പം സത്യമാഷ അവിടെ പക്ഷി നിരീക്ഷിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ ബ്ലാക്ക് ത്രോട്ടഡ് മുനിയ എന്ന് പറഞ്ഞ പക്ഷിയൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അന്ന് വൈകിട്ടാണ് ഈ ആംഫിബിയൻ സർവേ ലീഡ് ചെയ്യുന്നത് ഡോക്ടർ അനിൽ സക്കറിയാണ്. വയനാട്ടിലുള്ള ഡോക്ടർ അനിൽ സക്കറിയും അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കളും അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് 2 പേരുണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കണുണ്ട്. അദ്ദേഹം ഈവനിങ്ങിലാണ് എത്തിയത്. അപ്പം ഒരു ജീപ്പിൽ വന്നിട്ട് ജീപ്പിൻ്റെ ഡ്രൈവറായിട്ട് രവി എന്ന് പറഞ്ഞൊരാളും പിന്നെ ഒരു അദ്ദേഹം, ഇവരായിരുന്നു ആംഫിബിയൻസിൻ്റെ ക്ലാസ് എടുക്കാനും അത് ആംഫിബിയൻസിനെ പഠിപ്പിച്ച് തരാനായിട്ട് നമുക്ക് വന്നത്. അപ്പോൾ രാത്രി ഇരുട്ടി തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങളെല്ലാം വെളിയിൽ പോയിട്ട് തവളകളെ പിടിച്ച് സാറിൻ്റെ കൊണ്ട് കാണിച്ചു. സാർ ഇത് തവള. അപ്പോൾ സാർ പറയും, ഇത് ഇന്ന തവളയാണ്. അപ്പം നിങ്ങൾക്ക് കക്കയത്ത് പോയിട്ടുള്ളവർക്കറിയാം, കക്കയത്ത് മുഴുവൻ ഈറ്റക്കാടുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ വഴിയുടെ സൈഡ് മൊത്തം ഈറ്റകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കുറേയേറെ കാടുകളാണ്. അപ്പോൾ ഈ ഈറ്റയ്ക്ക് ഇടയ്ക്ക് നിന്ന് നമുക്ക് കിരികിരിയോ എന്ന് പറഞ്ഞ ചെറിയൊരു സൗണ്ടിൽ ഒരു തവളയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അനിൽ സക്കറി സാർ ഇടയ്ക്ക് പറയുന്നുണ്ട്, അതൊരു പുതിയ സ്പീഷീസ് തവളയായിരിക്കും, ശാസ്ത്രലോകം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്തൊരു തവളയായിരിക്കും, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കണ്ടെത്താൻ നോക്കും. ഞങ്ങൾ കുറേ നേരമൊക്കെ ടോർച്ചൊക്കെ അടിച്ച് നോക്കിയിട്ടൊന്നും നമുക്കിതിനെ കാണാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം കാണിച്ചിരുന്നൊരു തവളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറ്റായിട്ടുള്ള റോക്കുണ്ട്, നല്ല തെന്നിക്കിടക്കുന്ന ഒരു നല്ലൊരു റോക്കിൻ്റെ അടുത്തുനിന്ന് ഒരു ചെറിയൊരു തവളയുടെ ചെറിയ കിരികിരോ എന്ന് പറഞ്ഞ് എന്തോ ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സൗണ്ട് കേട്ടപ്പം അനിൽ സക്കറി സാർ പറഞ്ഞു, ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ തവളയാണ്, നിക്റ്റിപെട്രാക്കസ്, ഒരു നൈറ്റ് ഫ്രോഗിൽ വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും ചെറിയ തവളയാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാൻ പറയാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 15-20 പേര് ഞങ്ങളുടെ ചെറിയ ടോർച്ച് വെച്ചിട്ട് ഞങ്ങൾ ആ പാറ മുഴുവൻ അരിച്ച് പെറുക്കി പരിശോധിച്ചിട്ട് ഞങ്ങൾക്ക് ആ തവളെ കാണാൻ പറ്റില്ല. 1/4 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ തവളെ കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കോൾ ഞങ്ങൾ അവിടെ വെച്ചൊന്ന് കേട്ടിരുന്നു. അന്ന് കുറേയേറെ തവളകളെ ഞങ്ങൾ കണ്ടു. അത് സാർ കുറേയേറെ തവളകളെ പരിചയപ്പെട്ടു. അന്ന് മുതൽ തവളകളോട് നമുക്ക് ഭയങ്കര ആവേശമായിരുന്നു. അവിടെ പ്രത്യേകിച്ച് എനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യം തോന്നി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ സാറിൻ്റെ കൂടെ പല സ്ഥലത്തും കാട്ടിൽ പോകാൻ തുടങ്ങി. ഞങ്ങൾ സാറിൻ്റെ വീട്ടിൽ പോയി സാർ കുറേ തവളകളെ കാണിച്ചു തന്നു. സാറിൻ്റെ വീട്ടിൽ ചെറിയൊരു പോണ്ടൊക്കെ ഉണ്ട്, അവിടെയുള്ള കുറേ തവളകളെ കാണിച്ചു തന്നു. പിന്നെ സാറിൻ്റെ കൂടെ കാട്ടിലൊക്കെ കുറേ പോകാൻ തുടങ്ങി. അപ്പം എവിടെ ആംഫിബിയൻ സർവേ ഉണ്ടെങ്കിലും സാറിൻ്റെ കൂടെ ഒരു സന്തത സഹചാരിയായിട്ട് ഞാൻ കാട്ടിലൊക്കെ പോയി തുടങ്ങി. അങ്ങനെ പോകുമ്പോഴത്തേക്കിനാണ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനും ഡോക്ടർ അനിൽ സക്കറിയും പിന്നെ ഒരു നമീർ ഉമർ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തും ഞങ്ങൾ 3 പേര് കൂടി മലക്കപ്പാറ, ആതിരപ്പള്ളിയുടെ അവിടുന്ന് മലക്കപ്പാറ മണ്ടയ്ക്കോട്ട് ഒരു ദിവസം ഞങ്ങൾ തവളകളെ തപ്പി പോകുമായിരുന്നു. അപ്പോൾ തവളകളെ തപ്പി പോകുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിൽ ഒരു തവളയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം റോഡിൻ്റെ സൈഡിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ടോർച്ച് ഇങ്ങനെ മേളിൽ കുറേ നേരമൊക്കെ ടോർച്ച് അടിച്ച് നോക്കി. അപ്പോൾ എന്ത് ചെയ്തിട്ട് എനിക്ക് തവളെ കാണാൻ പറ്റില്ല, സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഞാൻ സാറിനോട്, സാറേ ഇവിടെ ഒരു തവള വിളിക്കുന്നുണ്ട്, പക്ഷേ തവളയുടെ സൗണ്ട് ഉണ്ട്, പക്ഷേ തവളെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ സാർ അടുത്ത് വന്ന് നോക്കിയിടാ, ഈ തവള മേളിൽ നിന്നല്ല, ഒരുപക്ഷെ താഴെ നിന്നായിരിക്കും. അപ്പോൾ ഞാൻ താഴെ ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴത്തേക്കിന് അവിടെ നമ്മുടെ ഈ ഒക്കലാൻഡ്രെ റീഡ് ഫ്രോഗ് എന്ന് പറഞ്ഞ തവള താഴെ ഇരുന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്താ പറ്റുന്നത്, ചില സമയത്തൊക്കെ ഈ തവളകൾ താഴെ ഇരുന്നിട്ടാണെങ്കിൽ എൻ്റെ വോക്കൽ സാക്ക് മേളിലോട്ടായിരിക്കും അത് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പം ആ സൗണ്ട് മേളിൽ പോയി അവിടുന്ന് തട്ടിയിട്ട് റെസനേറ്റ് ചെയ്ത് വരുന്നത് ഇപ്പം നമുക്ക്
നമ്മൾ തോന്നുന്നത് ഇത് തവള മേളിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയിരുന്നു ആദ്യത്തെ ആ തവളയെ അവിടുത്തെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ആ തവള എടുത്തിട്ട് ഞങ്ങളുടെ ജീപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഞങ്ങളിതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം വളരെ രസകരമായൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നേരം. ഞങ്ങളുടെ ജീപ്പിൻ്റെ ഡ്രൈവർ അകത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരു ഫ്ലാഷ് അടിച്ചിട്ട് ഈ തവളയുടെ ഒരു പടം എടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കിന് പെട്ടെന്ന് തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഡ്രൈവറുടെ മുഖത്തോട്ടായിരുന്നു ഫ്ലാഷ് ഇങ്ങനെ പെട്ടെന്ന് വന്ന് വീണ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു സൗണ്ട്, അയ്യോ എന്നൊരു സൗണ്ടും കേട്ട് പെട്ടെന്ന് അദ്ദേഹം ബോധരഹിതനായിപ്പോയി. പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് പിന്നെ അദ്ദേഹം ബോധമൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ തന്നെയാണ് വണ്ടി ഓടിച്ച് തിരിച്ചു വന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യത്തെ ഈ ഈറ്റത്തവള കണ്ട് ഒക്ലാൻഡർ റീഡ് ഫ്രോഗിനെ കണ്ടപ്പോഴത്തേക്കിനും ഞങ്ങളുടെ ഡ്രൈവർ ബോധം പോയ അതായിരുന്നു. പിന്നെ കുറേ സ്ഥലത്ത് ഞങ്ങൾ സർവേ ചെയ്യാൻ പോയി. പിന്നെ ഏറ്റവും രസകരമായിട്ട് സർവേ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗസ്ത്യമലയിലായിരുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം തന്നെ ഞങ്ങൾ അഗസ്ത്യമലയിൽ സർവേ ചെയ്യാൻ പോയിരുന്നു. അതും ലീഡ് ചെയ്ത ഡോക്ടർ അനിൽ സക്കറി ആയിരുന്നു. അപ്പം ഞാനൊരു സാറിൻ്റെ കൂട്ടത്തിലൊരു മെയിൻ തവളപിടുത്തക്കാരനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 10-11 പേര് അവിടുത്തെയുള്ള ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലായിരുന്നു ഞങ്ങൾ സർവേ നടത്തുക. അപ്പോൾ ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ മണ്ടയ്ക്ക് കുറേയേറെ സ്ഥലങ്ങളിൽ മൊത്തം ഈറ്റകൾ നിറഞ്ഞു നിൽക്കുന്ന കുറേ നല്ല രസകരമായ കാടുണ്ട്. ഞങ്ങളവിടെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വൈകിട്ട് ചെന്ന് കയറിയപ്പോൾ തന്നെ കാട്ടിലൊക്കെ മൊത്തം പലതരത്തിലുള്ള തവളകളുടെ സൗണ്ട്. അപ്പോൾ തവളകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവളകളെല്ലാം വ്യത്യസ്തമായ സൗണ്ടുള്ളവരാണ്. പ്രത്യേകിച്ച് ആൺതവളകൾ മാത്രമേ ഇതിൻ്റെ അകത്ത് സൗണ്ടുള്ളൂ. പെൺതവളകൾ സൗണ്ട് പുറപ്പെടുവിക്കാറില്ല. വളരെ കുറച്ച് 1-2 എണ്ണം മാത്രമേ പെൺതവളകൾ സൗണ്ട് പുറപ്പെടുവിക്കാറുള്ളൂ. അപ്പം ആ തവളകൾ മൊത്തം ഇങ്ങനെ സൗണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഈറ്റയുടെ മേളിൽ നിന്ന് വളരെ രസകരമായ വേറെ തവളയുടെ സൗണ്ട് കേൾക്കുന്നു. അപ്പം അനിൽ സക്കറി സാർ പറയുന്നുണ്ട്, ഈ തവള നമുക്ക് കണ്ടുപിടിക്കണം, ഇതും ഒരു പുതിയ സ്പീഷീസാണ്, ഇതുവരെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടില്ലാത്ത. അപ്പോൾ ഞങ്ങൾ കുറേ നേരം പരിശ്രമിച്ചിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊരു വലിയൊരു ഈറ്റയുടെ താഴെ ചെന്ന് കുറേ നേരം അനങ്ങാതിരുന്നു. എന്നിട്ട് സൗണ്ട് കേൾക്കുന്ന സ്ഥലത്തോട്ട് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു മഞ്ഞ തവള മണ്ടയ്ക്കിരുന്ന് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ തവളയുടെ കോൾ കേട്ടിട്ട് ഞാൻ എല്ലാവരും വിളിച്ചു, അനിൽ സക്കറി സാറേയും ജാഫർ പാലോട്ട് സാറിനെ ബാക്കിയുള്ള സുഹൃത്തുക്കളെല്ലാം വിളിച്ച് ഞങ്ങൾ ഈ ഈറ്റയുടെ ചുറ്റും വളഞ്ഞു നിന്നിട്ട് ഞാൻ തന്നെയാണ് ഈ ഈറ്റയുടെ പുറത്ത് പിടിച്ച് കയറിയിട്ട് മേളിൽ നിന്ന് ഈ തവളയെ പിടിച്ചിട്ട് സാറിന് അനിൽ സക്കറി സാറിൻ്റെയൊക്കെ കൊടുത്തു. സാറിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു മഞ്ഞ തവളയുടെ ദേഹത്ത് കുറേയേറെ കറുത്ത പൊട്ടുകളുള്ള നല്ല രസകരമായിട്ടുള്ള തവള. സാർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, വാവ്, ഇതൊരു പുതിയ സ്പീഷീസ്, ഇതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് വേറൊരു സ്പീഷീസും കിട്ടി, റാവോർച്ചസ്റ്റസ് അഗസ്ത്യൻസിസ്, അഗസ്ത്യ ബുഷ് ഫ്രോഗ്. പിന്നെ അവിടെ തന്നെയുള്ള വേറൊരു ഈറ്റത്തവള ഉണ്ടായിരുന്നു, ചലാസോഡസ് ബുഷ് ഫ്രോഗ് എന്ന് പറയുന്ന നല്ല പച്ച കളറും കണ്ണൊക്കെ നല്ല മഞ്ഞ നിറത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഈറ്റത്തവള. അപ്പോൾ അങ്ങനെ കുറേയേറെ തവളകളെ ഞങ്ങൾക്കന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത മാസം ഞങ്ങൾ ഗവിയിൽ ഒരു സർവേക്ക് പോയി. ഗവിയിൽ സർവേക്ക് പോകുമ്പോൾ പകൽ സമയത്തായിരുന്നു. അവിടെ കുറേയേറെ ഈറ്റകൾ വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈറ്റയ്ക്കകത്ത് ഞങ്ങളിങ്ങനെ ഒരു ഈറ്റ ഇങ്ങനെ പൊളിച്ച് നോക്കിയപ്പോഴത്തേക്കിന് മനസ്സിലായി അതിൻ്റെ അകത്തുനിന്നും നല്ല ചെറിയൊരു മഞ്ഞ കളറിലുള്ള ഒരു ഈറ്റത്തവള കിട്ടി. അപ്പോൾ അതിൻ്റെ ദേഹത്തൊന്നും കറുത്ത പൊട്ടില്ല. അതും കണ്ടപ്പോൾ സാറ് പറഞ്ഞു ഇതൊരു വേറെ പുതിയ സ്പീഷീസ് ആയിരിക്കും. അപ്പം 5 ഈറ്റത്തവളകളുള്ളതിൻ്റെ അകത്തുനിന്ന് ഞങ്ങളുടെ ടീം ഡോക്ടർ അനിൽ സക്കറിയുടെ ടീമിനകത്തുനിന്ന് ഞങ്ങൾ 2 പുതിയ തവളകൾ ഞങ്ങൾ തന്നെ ശാസ്ത്രലോകത്തിന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈറ്റത്തവളകളെ കാണാൻ പറ്റുന്നത് നമ്മുടെ മേഘമലയിൽ, പെരിയാറിൻ്റെ അങ്ങേ സൈഡിലുള്ള മേഘമലയിൽ ഒരു റാവോർച്ചസ്റ്റസ് ഫ്ലാവിയോക്യുലാരിസ് എന്ന് പറഞ്ഞ് ഭയങ്കര രസകരമായിട്ടുള്ള വേറെ ഈറ്റത്തവളകളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഈറ്റത്തവളകളൊക്കെ ഒരു ഈറ്റത്തവള നമ്മൾ നാട്ടിൻപുറത്ത് മൊത്തം കാണാൻ പറ്റും. 1000 മീറ്റർ വരെയുള്ള സ്ഥലത്ത് സാധാരണ കാണാൻ പറ്റും. കേരളത്തിൽ മൊത്തം ഉണ്ട്. അത് കർണാടകയിൽ കണ്ടെത്തിയിട്ടുണ്ട്, തമിഴ്നാട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഈറ്റത്തവള വളരെ കോമൺ ആണ്. ബാക്കിയുള്ള മനോഹരി ബുഷ് ഫ്രോഗ് എന്ന് പറയും, ഞങ്ങൾ അഗസ്ത്യമലയിൽ നിന്ന് കണ്ടുപിടിച്ച ആ മഞ്ഞ ഈറ്റത്തവളയുടെ കറുത്ത പൊട്ടുള്ള തവളയ്ക്ക് നമ്മൾ അന്നത്തെ ഫോറസ്റ്റിൻ്റെ ഇൻചാർജ് ആയിരുന്ന മനോഹരൻ സാറിൻ്റെ പേരിലായിരുന്നു. അദ്ദേഹം ഞങ്ങൾ ഒത്തിരി കാട്ടിലൊക്കെ പോകുന്നതിന് പെർമിഷന് വേണ്ടിയിട്ടും കളക്ഷനും എല്ലാ തരത്തിലുള്ള സഹായം അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നമ്മൾ റാവോർച്ചസ്റ്റസ് മനോഹരി എന്നിട്ടു. അപ്പോൾ ഗവിയിൽ നിന്ന് കിട്ടിയ ആ ചെറിയ തവള, മഞ്ഞ തവള, അതിൻ്റെ ദേഹത്ത് പൊട്ടുകളൊന്നും ഇല്ലാത്ത തവളയ്ക്ക് പി.കെ. ഉത്തമൻ സാറും കെ.വി. ഉത്തമൻ പി.കെ. ഉത്തമൻ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പക്ഷി നിരീക്ഷകനാണ്. 40 വർഷത്തിലധികമായിട്ട് പക്ഷികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കെ.വി. ഉത്തമൻ സാർ ഞങ്ങളുടെ അടുത്തൊരു സുഹൃത്തായ ഒരു ഫോറസ്റ്റ് ഓഫീസറും കൂടിയാണ്. അപ്പോൾ ഇവർ 2 പേരിലാണ് നമ്മൾ ഈ ഉത്തമൻ എന്ന് പറഞ്ഞ ഉത്തമാനി ബുഷ് ഫ്രോഗ് എന്ന് പറഞ്ഞ് ഇതിട്ടേക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ വയനാട്ടിലാണ് താമസിക്കുന്നത്. വയനാട്ടിലെ വൈത്തിരിക്കടുത്തുള്ള ലക്കിടിയിലാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കുറേയേറെ ഈറ്റകളുണ്ട്. ഈറ്റകളും എനിക്കപ്പോൾ ഒരു പക്ഷേ എന്നും ഈ ഈറ്റത്തവളകളെ കാണാൻ പറ്റും. മഴയുള്ള സമയങ്ങളിൽ ഞങ്ങൾ മിക്കപ്പോഴും 3-4 എണ്ണത്തിന് സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇതിൻ്റെ കോള് കേൾക്കാറുണ്ട്. ഇതിൻ്റെ ബ്രീഡിങ് ബിഹേവിയർ ഒക്കെ ഞങ്ങൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ രസകരമായ ഒരു കഥയെന്ന് പറഞ്ഞാൽ ഈറ്റത്തവളകളുടെ ഏറ്റവും രസകരമായിട്ടുള്ള തവളയെന്ന് പറഞ്ഞാൽ ഇവർ ഈറ്റയ്ക്കകത്താണ് മുട്ടയിടുന്നത്. അപ്പോൾ ഈറ്റയുടെ കാര്യം, ഈറ്റ നമ്മൾ മുളയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് ഈറ്റയ്ക്ക് അതിന് ഹോളോ കൂടുതലാണ്. അതിന് അകത്ത് നല്ല ഹോളോ ആണ് മറ്റേ ബാമ്പു വെച്ചിട്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ചെറിയ നാച്ചുറലായിട്ട് കുറേയേറെ സ്ലിറ്റുകളുണ്ട്. അതിൻ്റെ അകത്തൂടെ ഇവർക്ക് ഈ തവളകൾക്ക് അകത്ത് പോയിട്ട് മുട്ടയിടാൻ പറ്റും. ഞങ്ങൾ വേറെ രസകരമായിട്ട് 1-2 കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ തവളകൾ മെയിലുകളാണ് സാധാരണ തവളകളിൽ സൗണ്ട് ഉള്ളത്. അപ്പോൾ ഈ മെയിൽ വെളിയിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫിമെയിൽ അപ്രോച്ച് ചെയ്തിട്ട് ഫിമെയിലിൽ ഈ മെയിലിൻ്റെ സൗണ്ടൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫിമെയിലാണ് ആദ്യം ഹോളിൻ്റെ അകത്തോട്ട് കയറിപ്പോകുന്നത്. അകത്ത് കയറിപ്പോയിട്ടാണ് ഈ ഫിമെയിൽ അകത്ത് മുട്ടയിടും, മെയിലും പുറകെ കയറിപ്പോയിട്ട് ഈ സ്പേം അതിൻ്റെ മേളിൽ റിലീസ് ചെയ്യുകയാണ്. എന്നിട്ട് കുറച്ച് മുട്ടകളെ കാണുക, 10-15 മുട്ടകൾ മാത്രമേ കാണുള്ളായിരിക്കും. ആ മുളയ്ക്കകത്ത് മുട്ടയിട്ടിട്ട് ആ മെയിൽ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഇത് ഗാർഡ് ചെയ്യും. അത് വേറൊരു എന്തെങ്കിലും ഇൻസെക്റ്റുകളോ വേറെ എന്തെങ്കിലും ജീവികൾ ഈ മുളയ്ക്കുള്ളിലോട്ട് കയറിയിട്ട് ഈ മുട്ട എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മുട്ടയ്ക്ക് തൊട്ടടുത്ത് തന്നെ ഗാർഡ് ചെയ്തിട്ട് അവർ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഒന്ന് ഓർത്ത് നോക്കിയേ, ചെറിയ ക്ലച്ചാണ്. ഫിമെയിലിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഫിമെയിൽ വരിക, ഇഷ്ടപ്പെട്ട മെയിൽ കോൾ ചെയ്ത് നന്നായിട്ടുള്ള മെയിലിൻ്റെ അടുത്ത് പോയിട്ട് മുട്ടയിട്ട് കൊടുക്കുക. ബാക്കിയെല്ലാം മെയിലിൻ്റെ ജോലിയാണ് ഈ എഗ്ഗിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ജോലി. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മുട്ടയായിട്ട് അകത്തിരിക്കുമ്പോൾ തന്നെ ഈ മെയിലുകൾ പലതരത്തിലുള്ള സൗണ്ടുകൾ അകത്തുനിന്ന് കോൾ ചെയ്യാറുണ്ട്. ഒരു പക്ഷേ ഈ കോളെന്ന് പറഞ്ഞാൽ വേറെ മെയിൽസിനുള്ള വാർണിംഗ് ആയിരിക്കും, ഞങ്ങളിവിടെ ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഫീമെയിൽസിന് ഉള്ള ഞാനിവിടെ ഓൾറെഡി മുട്ടയായിട്ട് ഇരിപ്പുണ്ടെന്നുള്ളത്. കഴിഞ്ഞ വർഷം 2024 രസകരമായ ഒരു സ്റ്റഡിയും കൂടെ കുറച്ച് സയൻറ്റിസ്റ്റുകൾ ചെയ്തിരുന്നു. ഇവർ ഈ ഈറ്റത്തവളകളുടെ സ്കളെടുത്ത് പരിശോധിച്ചു. ഈറ്റത്തവളകളുടെ സ്കളെടുത്ത് പരിശോധിച്ചപ്പോഴത്തേക്കിന് അവർക്ക് രസകരമായ ഒരു കാര്യം അവർക്ക് പഠനത്തിൽ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ള ഇലത്തവളകളെ അപേക്ഷിച്ച് ഈറ്റത്തവളകളുടെ സ്കള് ഭയങ്കര ഫ്ലാറ്റായിരിക്കും. കാരണം ഈ ഈറ്റകളിലുള്ള ചെറിയ സ്ലിറ്റിൻ്റെ അകത്തൂടെ കയറിയിട്ട് വേണം അവർക്കകത്ത് കയറിയിട്ട് മുട്ടയിടാനും ആ മുട്ട പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവർ ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഇവരുടെ സ്കള് ഇങ്ങനെ ഫ്ലാറ്റായി പോയിട്ടുള്ളതെന്നാണ് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഇവർ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈറ്റത്തവളകളുടെ കഥ പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്താം. അത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മെൻറ്ററുണ്ട്, ഞങ്ങളുടെ ഒരു സുഹൃത്തും മെൻറ്ററുമായ കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, തിരുവനന്തപുരംകാരനായ ഒരു സാറാണ്. അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലുള്ള പ്രകൃതിയും അവിടെയുള്ള ജീവികളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ തിരുവനന്തപുരത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് ബസ് കയറാൻ കാത്തു നിൽക്കുന്ന സമയത്ത് 2-3 ട്രക്ക് വലിയൊരു ലോറിക്കകത്ത് നിറച്ചിങ്ങനെ ഈറ്റകൾ കയറ്റി പോകുന്നൊരു കാഴ്ച അദ്ദേഹം കണ്ടു. അപ്പോൾ ആ സമയത്ത് ഈ ഈറ്റകളൊക്കെ കയറ്റിയിട്ട് അവർ പേപ്പർ മില്ലിലോട്ട് കൊണ്ടുപോകുന്നതായിരുന്നു കണ്ടിരുന്നത്. അപ്പം അന്നേരം അവിടെ മഴ പെയ്യുന്ന സമയത്ത് ഈ ട്രക്കിൻ്റെ അകത്തുനിന്ന് ഈ ലോറിക്കകത്തുനിന്ന് മൊത്തം ഈ ഈറ്റത്തവളകൾ മൊത്തം വിളിക്കുന്നൊരു സങ്കടകരമായൊരു കാഴ്ച കാണാൻ തുടങ്ങി. അപ്പം ഈ ഈറ്റ വെട്ടിയവർക്കും അറിയില്ല ഇതിൻ്റെ അകത്തൊരു തവള ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം. പിന്നീട് നമ്മളിത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ബാക്കിയുള്ള അധികൃതരെയൊക്കെ അറിയിച്ചിട്ട് നമ്മളൊരു കാര്യം സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാട്ടിൽ നിന്ന് പരമാവധി കാടിൻ്റെ അകത്ത് പ്രൊട്ടക്റ്റഡ് ഏരിയയ്ക്കകത്തുനിന്ന് ഈറ്റകൾ പരമാവധി വെട്ടാതിരിക്കുക. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ തന്നെ ഒരുപക്ഷെ നമ്മൾ ഈ ഈറ്റത്തവളകളെ നമ്മളൊരുപക്ഷെ കൊല്ലുന്നുണ്ടായിരിക്കും. അതിന് പകരം ഓഫ് കോഴ്സ് നമുക്ക് പേപ്പർ ആവശ്യമാണ്, നമുക്ക് പേപ്പർ മില്ലുകൾ ആവശ്യമാണ്. അതിന് ഓൾട്ടർനേറ്റീവായിട്ട് വേറെ ഏതെങ്കിലും മരങ്ങൾ ഉപയോഗിക്കുക, ഈറ്റകൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളൊരു സജഷനൂടെ ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഈറ്റത്തവളകളുടെ കഥ. ഇനിയും ഇങ്ങനെയുള്ള കഥകളുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി.